വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കരാറുകാരെ പഴിച്ച് സർക്കാർ ഹൈക്കോടതിയിൽ. കുഴിച്ചെടുത്ത മണ്ണ് നീക്കം ചെയ്യാൻ കരാറുകാരന് നിർദ്ദേശം നൽകിയിരുന്നുവെന്ന് സർക്കാർ. മരണനിരക്ക് കുറഞ്ഞത് സർക്കാരിന്റെ സമയോചിത ഇടപെടൽ മൂലമാണ്. അപകടത്തെക്കുറിച്ച് 2 തരത്തിൽ സ്വതന്ത്ര അന്വേഷണം നടത്തുന്നുവെന്നും സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞു. ജിജീഷ് കരുണാകരൻ വിവരങ്ങൾ നൽകും. ജിജീഷ്, ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുഴുവൻ കരാറുകാരുടെയും മറ്റും തലയിലേക്ക് സർക്കാർ ഇടുകയാണോ? തങ്ങൾക്ക് ഇതുമായി ഒരു ബന്ധവുമില്ല എന്ന വാദമാണോ ഹൈക്കോടതിയിൽ പറയുന്നത്? തീർച്ചയായും ഈ ഒരു വലിയ ദുരന്തത്തിൽ തങ്ങൾക്ക് യാതൊരു പങ്കാളിത്തവുമില്ല. കരാറുകാരാണ് എല്ലാത്തിനും ഉത്തരവാദികൾ. പകരം ഈ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി കുറച്ചത് തങ്ങളുടെ ചില ഇടപെടലുകളാണ് എന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ സർക്കാർ സമർപ്പിച്ചിട്ടുള്ളത്. അതിൽ പറയുന്നത് ദുരന്തത്തിൽ സർക്കാർ വ്യാപ്തി കുറച്ചത് സർക്കാരിൻ്റെ ഇടപെടലാണ്. 2 സ്വതന്ത്ര അന്വേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന് ദുരന്ത നിവാരണ സെക്രട്ടറിയും മറ്റൊന്ന് പരിസ്ഥിതി സെക്രട്ടറിയുമാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടന്നത് എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ദുരന്തത്തിൻ്റെ വ്യാപ്തി കുറച്ചത് സർക്കാരിൻ്റെ വലിയ തോതിലുള്ള ഇടപെടലാണ്. കാരണം ജൂൺ 5-ാം തീയതി തുരങ്കപാത ജോലികൾ നിർത്തിവെപ്പിച്ചു. മഴ കൂടി വരുന്ന അല്ലെങ്കിൽ കനത്ത മഴ പെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലായിരുന്നു അത്തരമൊരു നടപടി സ്വീകരിച്ചത്. അതുകൊണ്ടാണ് വലിയ ദുരന്തമുണ്ടായത്. അല്ലെങ്കിൽ കൂടുതൽ തൊഴിലാളികൾ ആ ഒരു ഭാഗത്ത് ഉണ്ടാകുമെന്ന കാര്യങ്ങളെല്ലാം തന്നെയാണ് സർക്കാർ പറയുന്നത്. മരണനിരക്ക് കുറച്ചത് ഇത്തരത്തിലുള്ള സംയോജിതമായ ഇടപെടലിലാണ്. തുരങ്കപാതയുടെ നിർമ്മാണത്തിൽ ഭാഗികമായി കുഴിയെടുത്ത് മണ്ണ് നീക്കം ചെയ്യാൻ കരാറുകാരന് നിർദ്ദേശം നൽകി എന്നും ഇക്കാര്യത്തിൽ ഒരു വിശദീകരണത്തിൽ പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെയാണ് റിപ്പോർട്ടിലുള്ളത്. എന്നാൽ ഹൈക്കോടതി ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ പരിക്കേറ്റ ആളുകളുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കണം, സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ആ ചികിത്സാ ചെലവുകൾ സർക്കാർ വഹിക്കാൻ തയ്യാറാകണം എന്ന കാര്യമാണ്. മാത്രമല്ല സർക്കാർ പ്രധാനമായും 2 സ്വതന്ത്ര അന്വേഷണങ്ങൾ നടത്തിയെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടും ഒപ്പം തന്നെ എല്ലാം കരാറുകാരുടെ തലയിലേക്ക് ചുമത്തിക്കൊണ്ടും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സാങ്കേതിക നിയമ അനുമതികളുടെ കാര്യമാണ് ആദ്യത്തേത്. പരിസ്ഥിതി അനുമതികൾ നേടിയോ എന്നതിലും ഒപ്പം തന്നെ സാങ്കേതിക അനുമതികളെല്ലാം നേടിയാണോ ഈ ഒരു തുരങ്കപാതയുടെ നിർമ്മാണം ആരംഭിച്ചത് എന്നെല്ലാമാണ് വിശദമായി അന്വേഷിക്കുന്നതെന്നും അത്തരം കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നതോടുകൂടി എവിടെയാണ് ഇക്കാര്യത്തിൽ വീഴ്ച വ്യക്തമാണ്. കള്ളാടി ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സർക്കാർ നിലപാട് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ജിജീഷ് കരുണാകരനാണ് ചേർന്നത്.